അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂരിലും പരിസര പ്രദേശങ്ങളിലും മഴക്കെടുതികൾ ഏറുകയാണ്. ന്യൂനമർദ്ദം വിതച്ച പെരുമഴയിൽ അരൂരിൽ വീടുകളിലെമ്പാടും വെള്ളം കയറി. ദേശീയപാതയോരം വെള്ളത്തിൽ മുങ്ങുകയും വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കും വിധം കുഴികൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അരൂർ 17-ാം വാർഡിൽ കളപ്പുരയ്ക്കൽ വീട്ടിൽ കിച്ചലുവിൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ 9 മണിയോടെ ഇടിമിന്നലേറ്റു. ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. വൈദ്യുതി മീറ്ററും വയറിങ്ങും കത്തിനശിച്ചു. ഇവിടെ വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് പരിക്കേറ്റു. തലനാരിഴയ്ക്കാണ് ജീവൻ ആപത്തുണ്ടാകാതെ വന്നത്. അടിച്ചിങ്ങനെ കൊണ്ടുവന്നത് ഞങ്ങളിവിടെ അടുക്കളയില് പണി ചെയ്തോണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ ഇതുപോലെ വന്ന് ഇവിടെയൊക്കെ പൊട്ടിത്തെറിച്ച് എന്റെ മുതുകത്തൊക്കെ ചീന പിടിച്ചുകൊണ്ട് പോവുകയും ഞങ്ങൾ നാലുപേരും കൂടെ അടുക്കള നടക്കുമ്പോഴായിരുന്നു പിന്നെ സംഭവിച്ച ഇതാണ് പൊട്ടുപാടലുകളാണ്. പിന്നെ കരണ്ട് ഇതെല്ലാം കരിഞ്ഞു പോയെന്നാ ടി വി മുതലായ എല്ലാം എന്തൊക്കെ പോയെന്നും ഒരു പരിപാടിയില്ല. ഞങ്ങളുടെ ഫാക്ടറി ഇടിമിന്നലേറ്റ് ഭിത്തിയിൽ കരിഞ്ഞ പാടും ദൃശ്യമാണ്. കനത്ത മഴയെ തുടർന്ന് അരൂർ 7-ാം വാർഡിൽ അഡ്വക്കേറ്റ് സഞ്ജീവ് ഭാസ്കറിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് തേക്കുമരം കടപുഴകി റോഡിലേക്ക് വീണ് വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. മറ്റു പല സ്ഥലത്തും മരങ്ങൾ കടപുഴകിയതായി റിപ്പോർട്ടുണ്ട്. ദേശീയപാതയോരത്ത് മഴ മൂലം വെള്ളക്കെട്ട് നിത്യസംഭവമായിരിക്കുകയാണ്. അരൂർ ശ്രീനാരായണ നഗറിന് വടക്ക് ഭാഗത്ത് വലിയ കുഴികൾ ദേശീയപാതയോരത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. മഴവെള്ളം കെട്ടിക്കിടന്ന് കുഴി അറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അരൂർ ക്ഷേത്രം കവലയിൽ സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷവുമാണ്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.